Hi everyone, welcome to Entry YouTube channel. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് ITN സൈബർ ലോ എന്ന സബ്ജക്റ്റിലെ ഹാർഡ്വെയറിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അതിൽ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഭാഗം ഇൻപുട്ട് ഡിവൈസിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസുകൾ പ്രധാനമായിട്ടും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് എന്ന്. അതായത് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസുകളും സ്പെഷ്യൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസുകളും. അതിൽ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസുകളുടെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്പെഷ്യൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസുകളാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജനറൽ പർപ്പസും സ്പെഷ്യൽ പർപ്പസും. അപ്പോൾ സ്പെഷ്യൽ പർപ്പസിൽ ഇൻപുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണങ്ങളാണ് സ്കാനർ, ജോയ്സ്റ്റിക്, ട്രാക്ക് ബോൾ, ലൈറ്റ് പെൻ ഓർ സ്റ്റൈലസ്, ടച്ച് സ്ക്രീൻ, ടച്ച് പാഡ്, OMR, OCR, MICR, QRR, ബാർകോഡ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, ഗ്രാഫിക് ടാബ്ലറ്റ്, ബയോമെട്രിക് സെൻസർ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാമറ, ഡിജിറ്റൈസർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്പെഷ്യൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസുകൾ. അതിൽ ഫസ്റ്റിലത്തേത് സ്കാനറാണ്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതാണ് സ്കാനർ. സ്കാനർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഡാറ്റയും ചിത്രങ്ങളെയും ഇലക്ട്രോണിക് രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ. നമ്മൾ കൊടുക്കുന്ന പേപ്പർ സ്കാൻ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് സ്കാനർ. അപ്പോൾ ഈ സ്കാനറിൻ്റെ ഈ അടിവശത്ത് ഉള്ളിൽ പേപ്പർ തുറന്നിട്ട് പേപ്പർ വെക്കുന്ന സമയത്ത് അതിനുള്ളിൽ കൂടി ലൈറ്റ് കടന്നു പോകുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലൊക്കെ ഉള്ള ഒരു ടെക്നോളജി ഇല്ല, അടിയിൽ കൂടി ലൈറ്റ് കടന്നു പോകുന്നത്. അത് നമുക്കിവിടെ ഒരു PVQ ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ ലൈറ്റ് കടന്നു പോകുന്ന ഉപകരണങ്ങളിൽ പെട്ടതേത് എന്ന്. അപ്പോൾ ഇതിൽ കൂടി എന്ത് കടന്നു പോകുന്നുണ്ട്? ലൈറ്റ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഡാറ്റയും ചിത്രങ്ങളെയും ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ എന്നറിയപ്പെടുന്നത്. സ്കാനർ ക്യാൻ ക്യാപ്ചർ ദ ഇൻഫോർമേഷൻ ലൈക്ക് പിക്ചേഴ്സ് ഓർ ടെക്സ്റ്റ് and convert it into digital format that can be edited using a computer. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് സ്കാൻ ചെയ്ത് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദ റെസൊല്യൂഷൻ ഓഫ് ദ ഇമേജ് സ്കാൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ DPI ആണ്, ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. അതായത് സ്കാനറിൻ്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഭംഗി അല്ലെങ്കിൽ മിഴിവ് എന്നത് അളക്കുന്നത് DPI എന്ന യൂണിറ്റ് വെച്ചിട്ടാണ്, ഡോട്ട്സ് പെർ ഇഞ്ച്. ദ ഹയർ ദ DPI ദ ബെറ്റർ ദി റെസൊല്യൂഷൻ. അതായത് DPI കൂടുന്തോറും ഹയർ കൂടുന്തോറും എന്താകുന്നു? റെസൊല്യൂഷനും മെച്ചപ്പെട്ടതാകുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാനേഴ്സ് ഉണ്ട്. അതാണ് ഫ്ലാറ്റ് ബെഡ് സ്കാനർ ഉണ്ട്, ഷീറ്റ് ഫീഡ് ഉണ്ട്, ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഷീറ്റ് ഫീഡ് സ്കാനേഴ്സ് ക്യാൻ സ്കാൻ എ സിംഗിൾ ഷീറ്റ്. ആ പേര് തന്നെയുണ്ട്, കണ്ടോ? ഷീറ്റ് ഫീഡ്. ഒരു ഷീറ്റിനെ മാത്രമേ അതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? സ്കാൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. വെറാസ് ഫ്ലാറ്റ് ബെഡ് ക്യാൻ സ്കാൻ ഈവൻ ഫ്രം എ ബുക്ക് ബട്ട് ദേ ആർ നോട്ട് പോർട്ടബിൾ. പക്ഷേ ഫ്ലാറ്റ് ബെഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബുക്കിനെ മൊത്തമായിട്ട് സ്കാൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതെന്തല്ല, നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നതല്ല. അതായത് ദേ ആർ നോട്ട് പോർട്ടബിൾ. ഇനി ഹാൻഡ് ഹെൽഡ് വരുമ്പോൾ നോക്കിയേ, ഹാൻഡ് ഹെൽഡ് സ്കാനർ ഈസ് പോർട്ടബിൾ ബട്ട് ദ സ്കാനിങ് ആക്ഷൻ ഈസ് നോട്ട് സ്മൂത്ത് ആസ് ദ സ്കാനർ ഈസ് മൂവ്ഡ് മാനുവലി. അപ്പോൾ ഹാൻഡ് ഹെൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? ബുക്കിനെയൊക്കെ പേജിനെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മാനുവലി ഓരോ പേജിലും വെച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് സ്കാൻ ചെയ്തെടുക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ജോയ്സ്റ്റിക്ക്. ഇത് നമുക്ക് റിപ്പീറ്റഡ് PVQ ആണല്ലേ. അതായത് ജോയ്സ്റ്റിക്ക് പ്രധാനമായിട്ടും വീഡിയോ ഗെയിമിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനും യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ വീഡിയോ ഗെയിമിന് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഇത് ജോയ്സ്റ്റിക്ക്. ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കില്ലേ, ഇതുണ്ട്. ഇതിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് ഭാഗത്തും രണ്ട് സ്വിച്ച് ഉണ്ട്. അതാണ് നമുക്കതിനെ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്തിട്ട് എന്താ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. റോബോട്ടുകൾ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് വീഡിയോ ഗെയിമിന് വേണ്ടിയിട്ട്
ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? അതാണ് ജോയ്സ്റ്റിക്. ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. പോയിന്റിംഗ് ഡിവൈസ് ആണ്. നമുക്ക് ഈ ഇൻപുട്ട് ഭാഗങ്ങളിൽ ഇൻപുട്ട് ഡിവൈസിന് നമുക്കിപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നത് താഴെ തന്നിട്ടുള്ളവയിൽ പോയിന്റിംഗ് ഡിവൈസിന് ഉദാഹരണം ഏത്, പോയിന്റിംഗ് ഡിവൈസിൽ കൂട്ടത്തിൽ പെട്ടതേത്, പെടാത്തതേതെന്ന് വെച്ചിട്ട്. പിന്നെ വന്നിട്ടുള്ളത് ലൈറ്റ് കടന്നു പോകുന്ന ഉപകരണങ്ങൾ. നമ്മളിപ്പോൾ ഒന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, സ്കാനർ, അത് വന്നു. പിന്നെ ഏതിൻ്റെങ്കിലൊക്കെ അബ്രിവേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, OMR ഉണ്ട്, MICR ഉണ്ട്, അതിൻ്റെയൊക്കെ അബ്രിവേഷൻ, പിന്നെ അതിൽ വരുന്ന ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, പിന്നെ ഔട്ട്പുട്ട് തന്നിട്ട് ഓഡ് ഔട്ട് ചെയ്ത് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റിംഗ് ഡിവൈസ് ആണ്. Joystick is an input device used for playing video games, controlling, training, simulators and or robots. Already പറഞ്ഞു. Joystick and other game controllers can also be used as pointing device. ജോയ്സ്റ്റിക്ക് മാത്രമല്ല ബാക്കിയുള്ള ഗെയിം കൺട്രോളിംഗ് ഡിവൈസുകളൊക്കെ തന്നെ എന്താണ്? പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഇനി വരുന്നതാണ് ലൈറ്റ് പെന്നാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിന് മുകളിൽ എഴുതാൻ ഉപയോഗിക്കുന്ന പെന്നാകൃതിയുള്ള ഈ ഉപകരണമാണ് ലൈറ്റ് പെൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ക്രീനിൽ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലൈറ്റ് പെൻ അല്ലേ. അപ്പോൾ നമ്മൾ എൻട്രീൻ്റെ ആപ്പിലെ ക്ലാസ്സും അതുപോലെ ലൈവ് ക്ലാസ്സുകളൊക്കെ നല്ല ഭംഗിയിൽ എഴുതി വരുന്ന ക്ലാസ്സുകളൊക്കെ തന്നെ ഈ പെന്ന് വെച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. ചിലത് നമ്മൾ ഇപ്പോൾ സൂമിലൊക്കെയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടൂൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതത്ര നീറ്റായിട്ട് വരില്ല. അപ്പോൾ പെന്ന് കൊണ്ട് എഴുതുന്ന അതേ വൃത്തിയിൽ നമുക്ക് നോട്ടിലൊക്കെ എഴുതുന്ന പോലെ തന്നെ ഭംഗിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിന് മുകളിൽ എഴുതാൻ ഉപയോഗിക്കുന്ന പെന്നാകൃതിയുള്ള ഉപകരണമാണ് ലൈറ്റ് പെൻ. അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്റ്റൈലസ്. അതും എന്ത് തന്നെയാണ്? ഇറ്റ്സ് എ പോയിന്റിംഗ് ഡിവൈസ്. അപ്പോൾ ലൈറ്റ് പെന്നും സ്റ്റൈലസും എന്താണ്? പോയിന്റിംഗ് ഡിവൈസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോയിന്റിംഗ് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ് മൗസ്, ട്രാക്ക് ബോൾ അല്ലേ, മൗസിന് പകരമായിട്ട് ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ടച്ച് പാഡ് അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ജോയ്സ്റ്റിക്ക് പഠിച്ചു, അതുപോലെ തന്നെ ലൈറ്റ് പെന്ന്, സ്റ്റൈലസ്, ഇവയൊക്കെ തന്നെ എന്താണ്? ഇറ്റ്സ് എ പോയിന്റിംഗ് ഡിവൈസ് ആണ്. A light pen is a pointing device shaped like a pen. The tip of a light pen contains a light sensitive element which when placed against the screen detect the light from the screen, enabling the computer to identify the location of the pen on the screen. അപ്പോൾ ലൈറ്റ് പെന്നിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ടിപ്പിൽ എന്തുണ്ട്? ഒരു ലൈറ്റ് സെൻസിറ്റീവ് എലമെൻ്റ് ഉണ്ട്. അതിങ്ങനെ സ്ക്രീനിൽ വെക്കുമ്പം ആ ലൈറ്റ് സെൻസിറ്റീവ് എലമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് കമ്പ്യൂട്ടറിന് സ്ക്രീനിൽ പേന എവിടെയാണ്, ലൈറ്റ് പെൻ എവിടെയാണ് വെച്ചതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. യൂസ്ഡ് ബൈ എൻജിനീയേഴ്സ്, ആർട്ടിസ്റ്റ്, ഫാഷൻ ഡിസൈനേഴ്സ്, ഫോർ CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് പിക്ചേഴ്സ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും കൂടി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലൈറ്റ് പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ലൈറ്റ് സെൻസിറ്റീവ് എലമെൻറ്റ് ഒന്ന് പഠിച്ചു, ലൈറ്റ് പെൻ വന്നിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ, ടച്ച് പാഡ്. ടച്ച് പാഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മൗസിന് പകരമായിട്ട് ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നതാണ് ടച്ച് പാഡ്. ടച്ച് പാഡ് പ്രവർത്തിക്കുന്നത് വിരൽ കൊടുക്കുന്ന പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ടച്ച് സ്ക്രീൻ വരുമ്പോൾ, ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ, പിന്നെ നമ്മളെ ATM മെഷീനില്ലേ, ATM മെഷീന്, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലെ പബ്ലിക് ഇൻഫർമേഷൻ ബൂത്ത് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ ടച്ച് സ്ക്രീനിന് എക്സാമ്പിളാണ്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ഓഡ് ഔട്ട് ഏതാണ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷനായിട്ട് ഒരോപ്ഷൻ ടച്ച് പാഡാണ്, ഒരോപ്ഷൻ ടച്ച് പാഡ്. ഓപ്ഷൻ ബി ആയിട്ട് ടച്ച് സ്ക്രീൻ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്. ഓപ്ഷൻ സി ആയിട്ട് മൗസ്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ആയിട്ട് ലൈറ്റ് പെന്ന്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ടച്ച് സ്ക്രീനിൽ പിടിച്ച് പുറത്താക്കാം. ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ടാണ് ടച്ച് സ്ക്രീന് ഔട്ടാക്കുന്നത്. ഇനി ഇൻപുട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഇൻപുട്ടാണ് താനും. നമുക്ക് ഇൻപുട്ട് എന്ന കാറ്റഗറിയിൽ SCERT കൊടുത്തിട്ടുണ്ട് ടച്ച് സ്ക്രീന്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓഡ് ഔട്ട് ചെയ്തും ചോദിച്ചിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ആരെ പിടിച്ച് പുറത്തായിക്കോളാം, ടച്ച് സ്ക്രീനിന് ഔട്ടാക്കും. ഓക്കെ. ഇനി സം കമ്പ്യൂട്ടേഴ്സ്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺസ് എക്സെട്ര ഹാവ് ടച്ച് സെൻസിറ്റീവ് ഡിസ്പ്ലേ സ്ക്രീൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് യൂസിങ് എ സ്റ്റൈലസ് വിച്ച് ഗീവ്സ് മോർ പ്രിസിഷൻ, അല്ലേ? ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെ പബ്ലിക് ഇൻഫർമേഷൻ ബൂത്ത് ഉണ്ട്, അതുപോലെ തന്നെ ATM മെഷീന്, അതൊക്കെ എന്താണ് ടച്ച് സ്ക്രീൻ ആസ് ഇൻപുട്ട് ഡിവൈസ്, അല്ലേ? അതൊക്കെ എന്താണ് ടച്ച് സ്ക്രീനിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പോയിന്റിംഗ് ഡിവൈസ് ആണ് ടച്ച് പാഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. ടച്ച് പാഡ് റെസ്പോൺസ് മെയിൻലി ടു പ്രഷർ ആൻഡ് ദി മൂവ്മെന്റ്. ടച്ച് പാഡ് ഓൾസോ ഹാസ് 2 ബട്ടൺസ് ബിലോ ദ ടച്ച് സർഫേസ് ദാറ്റ് എനേബിൾസ് ടു ക്ലിക്ക്. ഈ ടച്ച് പാഡ് ഇത്രയല്ലേ ഉള്ളു, ഇവിടെയും 2 ബട്ടൺ ഉണ്ടാവും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് OMR. എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലേ? OMR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. നമുക്ക് അബ്രിവേഷൻ ചോദിക്കാറുള്ളത് ഇത് രണ്ടുമാണ്. രണ്ടും റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ഇത് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ OMR ആണ്. മത്സര പരീക്ഷകൾ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ചോദിച്ചാലും OMR ആണ്. ബാങ്ക്, PSC, UPSC അങ്ങനെയുള്ള എക്സാമുകൾക്ക് മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഏതാണ്? OMR. നെക്സ്റ്റ് MICR. MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റീഡർ ആണ് വരുന്നത്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റീഡർ. ഈ പിക്ചർ കാണുന്നുണ്ടല്ലോ, ഇതാണ് MICRന്റെ പിക്ചർ. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബാങ്കുകളിൽ ചെക്കുകളെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് MICR. ബാങ്കിൽ നോട്ട് ഇടുന്ന മെഷീൻ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയുള്ളൊരു മെഷീനാണ് MICR. എന്തിനാ യൂസ് ചെയ്യുന്നത്? ചെക്കിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ചെക്ക് ലീഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ അടിഭാഗത്തായിട്ട് ചെക്ക് ലീഫിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ചെക്ക് നമ്പർ ഉണ്ടാവും, ചെക്കിൻ്റെ അടിഭാഗത്ത് ചെക്ക് നമ്പർ ഉണ്ടാവും, ബ്രാഞ്ച് കോഡ് ഉണ്ടാവും, ബാങ്ക് കോഡ് ഉണ്ടാവും. കേട്ടോ, ചെക്ക് നമ്പർ, ബ്രാഞ്ച് കോഡ്, ബാങ്ക് കോഡ് ഉണ്ടാവും. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക മഷിയിലാണ്. അയൺ ഓക്സൈഡിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു മഷിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതേ മഷി തന്നെയാണ് എന്തിലുണ്ടാവുക? ഈ MICR മെഷീനിലുണ്ടാവുക. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ കീഴിലെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിലും ഉള്ള MICRൽ ഒരേ മഷിയായിരിക്കും, ചെക്കിലുള്ള അതേ മഷിയായിരിക്കും ഇതിലുണ്ടാവുക, മെഷീനിൽ MICRൽ ഉണ്ടാവുക. അപ്പം നമ്മൾ കള്ളച്ചെക്കൊക്കെ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ ഇവിടെ മഷി മാറി, അല്ലേ? നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ മെഷീനിൽ വെക്കുമ്പോൾ എന്തായി? അത് മിസ്മാച്ച് ആയില്ലേ? അങ്ങനെയാണ് കള്ളച്ചെക്കുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചെക്കുകളെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് MICR. അബ്രിവേഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ഓർ റീഡർ. ഏതാണോ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ കൊടുക്കുക കേട്ടോ. രണ്ടും കൂടി വന്നിട്ടുണ്ടെങ്കിൽ റെക്കഗ്നീഷൻ കൊടുക്കുക. ഓക്കെ. ഇനി MICR റീഡേഴ്സ് ആർ യൂസ്ഡ് ഇൻ ബാങ്ക്സ് ഫോർ ഫാസ്റ്റർ ഇലക്ട്രോണിക് ക്ലിയറൻസ് ഓഫ് ചെക്ക്. ചെക്കുകളെ വളരെ വേഗത്തിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ദ ലോവർ പോർഷൻ ഓഫ് ദ ചെക്ക് കണ്ടെയ്ൻസ് ചെക്ക് നമ്പർ, ബ്രാഞ്ച് കോഡ്, ബാങ്ക് കോഡ് എക്സെട്ര പ്രിന്റഡ് ഇൻ എ സ്പെഷ്യൽ ഫോണ്ട് യൂസിങ് ആൻ ഇങ്ക് കണ്ടെയ്നിങ് അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ്. ഇത് നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേക മഷീനിൽ എഴുതിയിട്ടുണ്ടാവുക. അതേ മഷി തന്നെയാണ് ഈ മെഷീനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു, അല്ലേ? അയൺ ഓക്സൈഡ് ഹാസ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. MICR റീഡർ ഷോൺ ഇൻ ദ ഫിഗർ. ഇത് കാണുന്ന MICR റീഡർ ആണ്. can easily recognize these characters by magnetically charging them while scanning. അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്താണ് ഇത് റീഡ് ചെയ്യുന്നത്. This MICR data along with the image of the check is sent to the check drawers branch to transfer the amount. This reduces the error in data entry and speed in money ട്രാൻസ്ഫർ. അപ്പോൾ വളരെ വേഗത്തിൽ ഡാറ്റ എൻട്രി ചെയ്യാനും വളരെ വേഗത്തിൽ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ട്
ഇത് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അബ്രിവേഷൻ റിപ്പീറ്റഡ് വന്ന ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ഓർ റീഡർ. പിന്നെ വന്ന ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ ചെക്കുകളെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? അത് ഏതാണ്? MICR ആണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് OCR. OCRന്റെ പിക്ചർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? OCR എന്ന് പറഞ്ഞാൽ ഒരു തരം സ്കാനർ തന്നെയാണ് കേട്ടോ. അതായത് പണ്ടൊക്കെ നമുക്കിത് ഹാർഡ്വെയർ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബുക്ക് വായിച്ച് തീർക്കാനുണ്ട്, മറ്റൊരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്, അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ OCR വെച്ചിട്ട് സ്കാൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ എന്തില്ല, സ്കാനർ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. ഇതിന് എത്ര വേണമെങ്കിലും സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്കാൻ ചെയ്തിട്ട് പിന്നെ വായിക്കാന്ന് വെച്ച് സ്കാൻ ചെയ്ത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റിയിട്ട് ബുക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കോവിഡ് വന്നതിന് ശേഷം എല്ലാ ബുക്സും എന്താണ്, ബുക്സ് ആണ് അല്ലേ? അപ്പം നമുക്കിപ്പോൾ അങ്ങനെ അത് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എന്തില്ല, ഹാർഡ്വെയർ ആയിട്ട് കിട്ടുന്നില്ല, ഇതൊരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് OCRനെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലാണ് ഇത് ഉണ്ടാവുക. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്യാമറയില്ല, അതിൻ്റെ നീല കളറായിട്ടായിരിക്കും ഇതുണ്ടാവുക. അപ്പം നമുക്ക് പേജിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുന്ന ടോപ്പിക് ഉണ്ടല്ലോ, ഹാർഡ്വെയറിൻ്റെ എന്താ പറയുക, സ്പെഷ്യൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ അത് നമുക്ക് വേറെ എവിടെന്നെങ്കിലും എക്സ്ട്രാ ഫാക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ OCR ഓൺ ചെയ്തിട്ട്, ക്യാമറ ഓൺ ചെയ്തിട്ട് സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കില്ലേ, പേജുകൾ, അതിന് ഫോട്ടോ എടുക്കാം. എന്നിട്ട് അതിനെ നോട്ട് പാഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത നീക്കം ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഓൾറെഡി ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ്റെ കൂടെ ആ ഫാക്ടുകളിലെ ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രിന്റഡ് മെറ്റീരിയൽ മാത്രമേ അത് റീഡ് ചെയ്യുള്ളൂ. നമ്മൾ ഹാൻഡ് റിട്ടൺ കോപ്പിയില്ലേ, നമ്മൾ കൈകൊണ്ട് എഴുതുന്നത്, അതാരും റീഡ് ചെയ്യില്ല, ഇത് റീഡ് ചെയ്യില്ല. അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ OCR സോഫ്റ്റ്വെയർ യൂസ് ടു റെക്കഗ്നൈസ് ദ printed text in an image scanned and convert it into proper text format which can be edited by a text editor. അപ്പോൾ നമുക്കതിനെ എന്താണ്, പ്രിന്റഡ് ടെക്സ്റ്റിൽ നിന്ന് അതിനെന്ത് ചെയ്യുക, ഇമേജുകളെ സ്കാൻ ചെയ്തെടുക്കുന്നു. ക്യാരക്ടേഴ്സിനെയാണ് റീഡ് ചെയ്യുക കേട്ടോ. അതിൽ എന്താണ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഹാഷ് ആയിട്ടൊക്കെയാണ് ഉണ്ടാവുക. അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോട്ട് പാഡിലേക്ക് കോപ്പി ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടത്തിന് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അഡ്വാൻസ്ഡ് OCR സിസ്റ്റം ക്യാൻ റീഡ് പ്രിന്റഡ് ടെക്സ്റ്റ് ഇൻ എ ലാർജ് വെറൈറ്റി ഓഫ് ഫോണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഫോണ്ടുകളിലുള്ള പ്രിന്റുകളെ ഇത് റീഡ് ചെയ്യും. ബട്ട് ഹാസ് ഡിഫിക്കൽട്ടി വിത്ത് ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ്. ഓൾറെഡി പറഞ്ഞ് കൈകൊണ്ട് എഴുതിയ കോപ്പികൾ എന്ത് ചെയ്യില്ല, ഇത് റീഡ് ചെയ്യില്ല. ആക്യുറേറ്റ് OCR SDK, ഹിന്ദി OCR സോഫ്റ്റ്വെയർ, അക്ഷര മലയാളം OCR സോഫ്റ്റ്വെയർ ആർ എക്സാമ്പിൾ ഓഫ് OCR സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതൊക്കെ എന്താണ്, OCR സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അടുത്തത് ബാർകോഡ് റീഡറാണ്. ബാർകോഡ് റീഡർ ആണ് ഈ പിക്ചറിൽ കാണുന്നത്. അത് നോർമലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബാർകോഡ് റീഡർ. ഇപ്പുറത്ത് കണ്ടോ, ഇതാണ് ബാർകോഡ്. അത് നമുക്ക് PVQ ആണ്. അതായത് ബാർകോഡ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ കറുപ്പും വെളുപ്പും വരകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കോഡുകളാണ് ബാർകോഡ്. ഈ ബാർകോഡിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റ ആക്സസ് ചെയ്യുന്ന ഉപകരണമാണ് ബാർകോഡ് റീഡർ. ബാർകോഡിൽ നിന്നും ഡാറ്റ എടുക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാർകോഡ് റീഡർ. ഈ ഉപകരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ എന്താ ചെയ്യുക, ക്യാഷറിൽ ആ ബിൽ ചെയ്യുന്നിടത്തായിരിക്കും ഇതുണ്ടാവും അല്ലേ. അപ്പോൾ അതിങ്ങനെ ഓരോ പ്രൊഡക്റ്റിൻ്റെ പുറത്തും ഓരോ കടയിലെ പ്രൊഡക്റ്റിൻ്റെ പുറത്തും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും അല്ലേ, ബാർകോഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഈ മെഷീനിൽ ഒരു നീല ലൈറ്റ് കത്തും. അപ്പോൾ ഇതിനുള്ളിൽ കൂടി എന്ത് കടന്നു പോകുന്നുണ്ട്, ലൈറ്റ് കടന്നു പോകുന്നുണ്ട്. ബാർകോഡ് റീഡർ ഈസ് എ സെറ്റ് ഓഫ് വെർട്ടിക്കൽ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് തിക്നെസ് ആൻഡ് സ്പേസിങ് ദാറ്റ് റെപ്രസെൻ്റ് എ നമ്പർ അല്ലേ. അപ്പോൾ ഇതെന്താണ്, സെറ്റ് ഓഫ് വെർട്ടിക്കൽ ലൈൻസ് ആണ്, ഡിഫറെൻറ്റ് തിക്നെസ് ആണ്. അപ്പോൾ ഓരോ ബ്ലാക്ക് കുറച്ച് കട്ടിയിലുണ്ട്, എന്താണ് നേർത്ത വരയൊക്കെ ഉണ്ട്. പക്ഷെ അതെന്തില്ല, ഇവിടെ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പൂർണ്ണ വിവരങ്ങളടങ്ങിയ കറുപ്പും വെളുപ്പും വരകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കോഡുകളാണെന്ത്, ബാർകോഡ്. മൊബൈൽ ഫോൺ വിത്ത് ക്യാമറ ആൻഡ് സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ
ബാർകോഡ് റീഡർ. ഇനി QR കോഡ് അല്ലെങ്കിൽ QRR, ക്വിക്ക് റെസ്പോൺസ് റീഡർ. QRC എന്നാണെങ്കിൽ ക്വിക്ക് റെസ്പോൺസ് കോഡ്. ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലേ. QR കോഡ് ഈസ് സിമിലർ ടു ബാർകോഡ്. അപ്പോൾ ഏതാണ്ട് രണ്ടും എന്താണ്, സിമിലാരിറ്റി ഉണ്ട്, സാദൃശ്യമുണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബാർകോഡ്സ് ആർ സിംഗിൾ ഡയമെൻഷണൽ, വേറാസ് QR കോഡ്സ് ആർ 2 ഡയമെൻഷണൽ. അപ്പോൾ ബാർകോഡ് എന്താണ്, 1 ഡയമെൻഷനാണ്, സിംഗിൾ ഡയമെൻഷനും. QR കോഡ് വരുമ്പോൾ എന്താണ്, 2 ഡയമെൻഷനുമാണ്. കൂടുതൽ ഡാറ്റ, ബാർകോഡിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് QR കോഡാണ്. QRR എന്നാണെങ്കിൽ ക്വിക്ക് റെസ്പോൺസ് റീഡർ എന്നാണ്. The 2-dimensional way of storing data allows QR code to store more data than a standard barcode. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബാർകോഡിനേക്കാൾ കൂടുതൽ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, QR കോഡിൽ. അതിലെന്തൊക്കെ ഉണ്ടാവും, ദിസ് കോഡ് ക്യാൻ സ്റ്റോർ വെബ്സൈറ്റ് അല്ലെ. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, വെബ്സൈറ്റുകളെ വേണമെങ്കിൽ നമുക്കതിൽ സ്കാൻ ചെയ്യാം, അത് സ്റ്റോർ ചെയ്യാം. അതുപോലെ URL ഉണ്ടാവും, പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും, ഫോൺ നമ്പേഴ്സ് ഉണ്ട്, ഇമെയിൽ അഡ്രസ് ഉണ്ട്, ആൻഡ് അതർ ആൽഫാന്യൂമറിക് ഡാറ്റ അല്ലേ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ആൽഫാന്യൂമറിക് ഡാറ്റയും ഈ പറഞ്ഞ വെബ്സൈറ്റ്, URL, പ്ലെയിൻ ഒക്കെ എന്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, QR കോഡിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് ഗ്രാഫിക് ടാബാണ്. ഗ്രാഫിക് ടാബ്ലറ്റ് ആണ് ഗ്രാഫിക് ടാബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു പിക്ചർ കണ്ടോ, അതായത് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്, വരക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, വരക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു ഇലക്ട്രോണിക് പ്രതലവും അതിനു വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു പേനയുമാണ് ഇതിലുള്ളത്. കലാകാരന്മാർ ചിത്രം വരക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്, ഗ്രാഫിക് ടാബ്ലറ്റ്. കൺസിസ്റ്റ് ഓഫ് എൻ ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ ആൻഡ് എ സ്പെഷ്യൽ പെൻ ദാറ്റ് വർക്ക്സ് വിത്ത് ഇറ്റ്. ദ പെൻ ഓഫ് ദ ഗ്രാഫിക് ടാബ്ലറ്റ് ഈസ് പ്രഷർ സെൻസിറ്റീവ്. അപ്പോൾ ഈ പെൻ ഈ ഗ്രാഫിക് ടാബ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ പേന കൊടുക്കുന്ന പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫിക് ടാബ് വെച്ചിട്ട് എവിടെ നിന്നൊക്കെയാണ് ചിത്രം വരക്കാന്ന് വെച്ചാൽ, നമ്മൾ വലിയ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഒരു കോർണറിൽ ഇരുന്നിട്ട് ഒരാൾ ചിത്രം വരക്കുന്നത്, കൈ കൊണ്ട് വരക്കുന്നുണ്ട് കേട്ടോ പേപ്പറിൽ, അല്ലാണ്ട് കാണാൻ വേണ്ടി പറ്റും. ഒരു സ്ലേറ്റ് പോലത്തെ വലിയ സാധനത്തിൽ വൈറ്റ് കളറിൽ പേന കൊണ്ട് വരച്ച് വലിയ നല്ല ഭംഗിയിൽ വരച്ച് തരുന്നത് അല്ലേ. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ഗ്രാഫിക് ടാബാണ്. സാധാ ടാബ് എന്നറിയപ്പെടുക. ഇതെന്താണ്, ഗ്രാഫിക് ടാബ് എന്ന് പറയുമ്പോൾ അവിടെ വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ബയോമെട്രിക് സെൻസർ. ഇത് നമുക്കൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബയോമെട്രിക് സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരിക സവിശേഷതകളായി വിരലടയാളം, ഐറിസ്, റെറ്റിന എന്നിവ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. കണ്ടില്ലേ, പഞ്ചിങ് കാർഡ് അല്ലെ, പഞ്ചിങ് മെഷീന്. അതുപോലെ എല്ലാ പഞ്ചിങ് മെഷീനും എന്തിന് എക്സാമ്പിളാണ്, ബയോമെട്രിക് സെൻസറിന് എക്സാമ്പിളാണ്. നമ്മളെ റേഷൻ കടയിലുള്ള പഞ്ചിങ് മെഷീനും നമ്മളെ സർക്കാർ ഓഫീസുകളിലെ പഞ്ചിങ് മെഷീനും ഒക്കെ തന്നെ ബയോമെട്രിക് സെൻസറിന് ഉദാഹരണമാണ്. എ ബയോമെട്രിക് സെൻസർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഐഡന്റിഫൈസ് യുണീക്ക് ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിത്ത് ഹൈ ആക്യുറസി. ഓൾറെഡി നമ്മൾ പറഞ്ഞ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ആ ഫിസിക്കൽ ഫീച്ചേഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെ വരുന്നത്, ഫിംഗർ പ്രിൻറ്റ്, റെറ്റിന, ഐറിസ് തുടങ്ങിയവ, പാറ്റേൺ എക്സെട്ര, ടു ഐഡൻറ്റിഫൈ, വെരിഫൈ ആൻഡ് ഓതൻറ്റിക്കേറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് എ യൂസർ. ഇനി ഇത് പ്രധാനമായിട്ടും ബയോമെട്രിക് സെൻസർ 3 തരത്തിലാണുള്ളത്. സെമി കണ്ടക്ടർ സെൻസർ ഉണ്ട്, ഒപ്റ്റിക്കൽ സെൻസർ ഉണ്ട്, അൾട്രാസൗണ്ട് സെൻസർ ഉണ്ട്. അപ്പോൾ ബയോമെട്രിക് സെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ആധാർ കാർഡൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ, അത് ഓർത്താൽ മതി. നമ്മളവിടെ വിരലടയാളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മെഷീൻ വന്നിട്ട് നമ്മൾ കണ്ണിനടുത്ത് വന്നിട്ട് ഐറിസ്, റെറ്റിനയൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പഞ്ചിങ് മെഷീന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മൈക്രോഫോൺ. വോയിസ് ഇൻപുട്ട് ഉപകരണമാണ് മൈക്രോഫോൺ. വോയിസ് ഇൻപുട്ട് ഡിവൈസ് ആണ് മൈക്രോഫോൺ. വോയിസ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ. അപ്പോൾ മൈക്രോഫോൺ എന്ന് പറയുന്നത് വോയിസ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന അനലോഗ് ശബ്ദത്തെ ഇൻപുട്ടായി സ്വീകരിച്ച് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന
ഇൻപുട്ട് ഉപകരണമാണ് മൈക്രോഫോൺ. എ മൈക്രോഫോൺ ക്യാൻ ബി അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ ടു ഇൻപുട്ട് സൗണ്ട്. ഇറ്റ് ആക്സെപ്റ്റ്സ് സൗണ്ട് വിച്ച് ഈസ് ആൻ അനലോഗ് ഇൻ നേച്ചർ ആസ് ഇൻപുട്ട്. ഇൻപുട്ട് ശബ്ദത്തെ അനലോഗ് ശബ്ദത്തെ ഇൻപുട്ടായി സ്വീകരിച്ച് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ആക്സെപ്റ്റ്സ് സൗണ്ട് വിച്ച് ഈസ് അനലോഗ് ഇൻ നേച്ചർ ആസ് ഇൻപുട്ട് ആൻഡ് കൺവേർട്സ് ഇറ്റ് ടു ഡിജിറ്റൽ ഫോർമാറ്റ്. അപ്പം വോയിസ് ഇൻപുട്ട് ഡിവൈസ് ആണ് ഏത്? മൈക്രോഫോൺ. ഇനി വെബ് ക്യാമറ എല്ലാവർക്കും അറിയുന്നതാണ്. ഡിജിറ്റൽ ക്യാമറ ഇതൊക്കെ തന്നെ എന്തിൽ വരുന്നതാണ്? സ്പെഷ്യൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് സ്മാർട്ട് കാർഡ് റീഡർ. സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കയ്യിലുള്ള ATM, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇല്ലേ, അതൊക്കെ സ്മാർട്ട് കാർഡാണ്. അത് പ്ലാസ്റ്റിക് ടൈപ്പ് കാർഡുകളാണ്. വളച്ചു നോക്കിയാൽ വളയും, പക്ഷെ അതെന്തില്ല, പൊട്ടില്ല. അപ്പോൾ ഇവിടെ കണ്ടോ, ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതൊരു ഡെബിറ്റ് കാർഡിന്റെ ചിത്രമാണ്. അപ്പോൾ ഡെബിറ്റ് കാർഡാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഗോൾഡൻ കളറിൽ ഒരു ചിപ്പ് കാണുന്നില്ലേ? ഇതാണ് മൈക്രോ പ്രോസസ്സർ. ഇത് നമ്മൾ ബാങ്കിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ഇത് മൈക്രോ പ്രോസസ്സറാണ്. ഇതിൽ നമ്മളെ എല്ലാ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അതിലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിത് ATM മെഷീനിൽ കൊണ്ടിടുമ്പോൾ നമുക്ക് പേയ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഈ ബാങ്കിങ് ആവശ്യത്തിനുള്ളതിൽ മൈക്രോ പ്രോസസ്സർ ഉണ്ട്. വേറെയും സ്മാർട്ട് കാർഡ് ഉണ്ട്. അതിൽ മെമ്മറി കാർഡ് ഉണ്ടാവും. അപ്പോൾ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സൂക്ഷിക്കാനും കൈമാറ്റം ചെയ്യാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ് കാർഡുകളാണ് സ്മാർട്ട് കാർഡ്. ഈ സ്മാർട്ട് കാർഡിൽ നിന്നും ഡാറ്റ എടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്മാർട്ട് കാർഡ് റീഡർ. അപ്പോൾ ഈ സ്മാർട്ട് കാർഡിൽ ഒന്നുകിൽ എന്തുണ്ടാവും? മൈക്രോ പ്രോസസ്സർ ഉണ്ടാവും, അല്ലെങ്കിൽ മെമ്മറി ഉണ്ടാവും. മെമ്മറിയൊക്കെ വരുന്നത് ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിങ് ആവശ്യത്തിനും ഹോസ്പിറ്റൽ ആവശ്യത്തിനും ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലൊക്കെ തന്നെ നമ്മൾ സ്മാർട്ട് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്രോൾ പമ്പ് പോയിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്യും അല്ലേ? കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവരിങ്ങനെയുള്ള ഈ മെഷീനിലെ മേലെ വെക്കും, ഇതിൻ്റെ മെഷീൻ്റെ അടിയിൽ വെക്കും. കണ്ട നമ്മളെ കാർഡാണിത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പോകുന്നുണ്ട് അല്ലേ? ഹോട്ടലിൽ, അതുപോലെ തന്നെ എന്താ പറയുക, ടെക്സ്റ്റൈൽസിൽ, ഹോസ്പിറ്റലിൽ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗൂഗിൾ പേ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റും ചെയ്യുന്നുണ്ട്. ഇത് 2 തരത്തിലുള്ള കാർഡുകളുണ്ട്. അതായത് ഇതിപ്പോൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കോണ്ടാക്റ്റ് ആണ്, കോണ്ടാക്ട് ലെസ്സും ഉണ്ട്. വൈഫൈ ഉണ്ടെങ്കിൽ ഇതിന് മുട്ടിക്കണ്ട, അടുത്ത് ഇവിടെ വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആക്സസിബിൾ ആവും. ഓക്കെ. അപ്പോൾ ഈ സ്മാർട്ട് കാർഡിൽ നിന്നും ഡാറ്റ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഉപകരണമാണ് സ്മാർട്ട് കാർഡ് റീഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സ്മാർട്ട് കാർഡ് ഈസ് എ പ്ലാസ്റ്റിക് കാർഡ് ദാറ്റ് സ്റ്റോർസ് ആൻഡ് ട്രാൻസാക്ട് ഡാറ്റ. സ്റ്റോർ ചെയ്യുന്നു, ഡാറ്റനെ കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദ ഡാറ്റ കാർഡ് മേ കണ്ടെയ്ൻ എ മെമ്മറി ഓർ എ മൈക്രോ പ്രോസസ്സർ. ഓൾറെഡി പറഞ്ഞ് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ മെമ്മറി ഉണ്ടാകുന്നു പറഞ്ഞ്. ദ സ്മാർട്ട് കാർഡ് ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് ബാങ്കിങ്, ഹെൽത്ത് കെയർ, ടെലിഫോൺ കോളിംഗ്, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെന്റ് എക്സെട്ര എന്നിവിടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സ്മാർട്ട് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉപകരണങ്ങളിൽ നിന്ന് സ്മാർട്ട് കാർഡ് റീഡേഴ്സ് ആർ യൂസ് ടു ആക്സസ് ഡാറ്റ ഇൻ എ സ്മാർട്ട് കാർഡ്. അപ്പോൾ സ്മാർട്ട് കാർഡിൽ നിന്നും ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്മാർട്ട് കാർഡ് റീഡർ. ഇറ്റ് ക്യാൻ ബി കോണ്ടാക്ട്ലെസ് അല്ലേ? ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് പുറത്ത് വൈഫൈ ഉള്ളത് നമുക്കതിനെ മുട്ടിച്ച് വെച്ചാൽ മതി. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് കാർഡ് അല്ലേ? ആ മെഷീൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നത്. കോണ്ടാക്ട്ലെസ് വരുമ്പോൾ എന്തായി? ഇറ്റ് എ ടൈപ്പ് ഓഫ് റീഡർ വർക്ക്സ് വിത്ത് എ റേഡിയോ ഫ്രീക്വൻസി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വെൻ ദ കാർഡ് കംസ് ക്ലോസ് ടു ദി റീഡർ. റീഡറിനെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതെന്തിൻ്റെ സഹായത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ തരംഗങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസുകൾ പഠിച്ചത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സ്കാനർ നമ്മൾ പറഞ്ഞു. സ്കാനർ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഓഡ് ഔട്ട് ആയിട്ടാണ് അധിക സമയം വരാറ്. 3 ഔട്ട്പുട്ടും കൊടുത്ത് സ്കാനറും കൊടുത്തിട്ടാണ് കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ, ലൈറ്റ് പെൻ, സ്റ്റൈലസ്, ടച്ച് പാഡ്, ടച്ച് സ്ക്രീൻ ഒക്കെ തന്നെ പോയിന്റിംഗ് ഡിവൈസുകളാണ്. OMRന്റെ അബ്രിവേഷൻ ഒപ്റ്റിക്കൽ മാർക്ക് റീഡറാണ്. OCR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ. ഇവിടെ മാർക്കിനെ റീഡ് ചെയ്യുന്നു, ഇവിടെ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ പ്രത്യേകത. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ
റെക്കഗ്നീഷൻ. ബാങ്കുകളിൽ ചെക്കുകളെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. QRR എന്ന് പറഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് റീഡർ ആണ്. ബാർകോഡ് റീഡർ പഠിച്ചു. സ്മാർട്ട് കാർഡ് റീഡർ ആണ്. സ്മാർട്ട് കാർഡ് റീഡർ. പിന്നെ ഗ്രാഫിക് ടാബ് നമ്മൾ പഠിച്ചു. ബയോമെട്രിക് സെൻസർ ശാരീരിക സവിശേഷതകളായി വിരലടയാളം, ഐറിസ്, റെറ്റിന എന്നിവ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ വോയിസ് ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നെ ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാമറ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഡിജിറ്റൈസർ. ഡിജിറ്റൈസർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പ്രവർത്തനം ഗ്രാഫിക് ടാബിൻ്റെ പർപ്പസ് തന്നെയാണ് എന്തുള്ളത്, ഡിജിറ്റൈസർ. നമുക്ക് കഴിഞ്ഞൊരു എക്സാമിന് വന്നാണ് താഴത്തെ നിലയിൽ ഇൻപുട്ട് ഡിവൈസിൽ പെട്ടത് ഏത് എന്ന് ചോദിച്ചിട്ട്. അപ്പം 3 ഔട്ട്പുട്ട് ഡിവൈസും ഡിജിറ്റൈസറിനെയും പിടിച്ചിട്ട്, ഡിജിറ്റൈസർ എന്ന് പറഞ്ഞാൽ ടാബാണ് കേട്ടോ. ഗ്രാഫിക് ടാബിൻ്റെ പർപ്പസാണ് എന്തിനുള്ളത്, ഡിജിറ്റൈസറിന് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇൻപുട്ട് ഡിവൈസുകൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസും ജനറൽ പർപ്പസ് ഇൻപുട്ട് ഡിവൈസും. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്നുള്ള ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.